ഹായ് ചങ്കുകളെ, അങ്ങനെ നമ്മൾ വീണ്ടും ICC ചാമ്പ്യൻസ് ട്രോഫി 2025 തിരിച്ചെത്തിയിരിക്കുകയാണ്. അടുത്ത ദിവസം നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ കിവീസ് പോരാട്ടം ദുബായിൽ വെച്ച് നടക്കും. ഇന്നലെ നടന്ന മത്സരത്തിൽ കിവീസ് സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തിയതോടുകൂടി ഫൈനലിലേക്കുള്ള യോഗ്യത നേടിയിരിക്കുകയാണ്. മികച്ച പോരാട്ടം തന്നെയായിരുന്നു കിവീസ് സൗത്ത് ആഫ്രിക്കയെ കാഴ്ചവെച്ചത്. ആയതിനാൽ തന്നെ നമുക്ക് ദുബായിൽ മാർച്ച് 9 നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ കിവീസ് പോരാട്ടം ശക്തമായ ഒരു മത്സരം തന്നെ ക്രിക്കറ്റ് ആരാധകർക്ക് നൽകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇന്നത്തെ ഇന്ത്യയുടെ ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ കിവീസ് ഇന്ത്യക്ക് വലിയ വെല്ലുവിളികളൊന്നും ഉയർത്തുകയില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാമെങ്കിലും ഇന്നും ICC ടൂർണമെന്റുകളിൽ ഇന്ത്യക്ക് വെല്ലുവിളി തന്നെയാണ് കിവീസ് പട നൽകിയിട്ടുള്ളത്. ആയതിനാൽ മികച്ച ഒരു മത്സരം തന്നെ നമ്മൾ ക്രിക്കറ്റ് ആരാധകർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം മറ്റൊന്നാണ്. ആദ്യ സെമിഫൈനൽ മത്സരത്തിൽ ടീം ഇന്ത്യ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയ സമയത്ത് ആ ഒരു മത്സരത്തിന് ശേഷം ക്രിക്കറ്റ് ആരാധകർക്കും പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് വളരെ നിരാശാജനകമായ ഒരു കാര്യം സംഭവിച്ചു. അത് എന്താണെന്ന് നമുക്ക് പരിശോധിച്ച് വരാം. ഓസ്ട്രേലിയൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് അവരുടെ എന്നും ഇതിഹാസ താരങ്ങളിൽ ഒരാളായ അവരുടെ ക്യാപ്റ്റൻ, ചാമ്പ്യൻസ് ട്രോഫി 2025 അവരെ മുന്നിൽ നിന്ന് നയിച്ച ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്ത് മത്സരശേഷം ഇന്ത്യയുടെ പരാജയത്തിൻ്റെ നിരാശയിലെന്നോണം അന്താരാഷ്ട്ര ഏകദിന മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു എന്ന വാർത്ത വളരെ നിരാശാജനകമായ കാര്യമാണ്. ഇനിയും ക്രിക്കറ്റിൽ ഒരുപാട് യൗവനം ബാക്കിയുള്ള കളിക്കാരൻ തന്നെയാണ് സ്റ്റീവ് സ്മിത്ത് എന്ന കാര്യത്തിൽ നാം ഓരോ ക്രിക്കറ്റ് ആരാധകർക്കും യാതൊരുവിധ സംശയവും ഉണ്ടാകുവാനിടയില്ല. സ്മിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 15 വർഷങ്ങൾക്കപ്പുറം റിക്കി പോണ്ടിങ്ങിൻ്റെ നായകത്വത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ 2010 ഫെബ്രുവരി മാസം 19 ഒരു ലെഗ് സ്പിന്നറായി, ഒരു വലങ്കൈൻ സ്പിന്നറായി ബോൾ ചെയ്യാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ. അന്ന് ആ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ 2 വിക്കറ്റിനുമായി തിളങ്ങിയ ആ യുവ കളിക്കാരനെ ഓരോ ക്രിക്കറ്റ് ആരാധകരും ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. അതുപോലെ തന്നെ റിക്കി പോണ്ടിങ് എന്ന നായകൻ്റെ കീഴിൽ ആ കളിക്കാരനെ മികച്ച പ്രകടനങ്ങൾ ഒരുപാട് കാഴ്ചവെക്കാനായത് ആ പോണ്ടിങ് എന്ന നായകൻ്റെ മികവായി നമുക്ക് കണക്കാക്കാം. എന്നാൽ അവിടെ നിന്നും സ്മിത്തിൻ്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. റിക്കി പോണ്ടിങ്ങിൻ്റെ അവസാന ക്രിക്കറ്റ് കാലഘട്ടത്തിൽ, ക്രിക്കറ്റ് കരിയറിൻ്റെ അവസാനത്തിൽ റിക്കി പോണ്ടിങ്ങിന് ഒരു പകരക്കാരനെ തേടിയിരുന്ന ഓസ്ട്രേലിയൻ ക്രിക്കറ്റിനെ ലഭിച്ച ഒരു സമ്മാനം തന്നെയായിരുന്നു സ്റ്റീവ് സ്മിത്ത് എന്ന യുവ കളിക്കാരൻ്റെ ഉത്ഭവം. സ്റ്റീവ് സ്മിത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഉയർച്ച വളരെ പെട്ടെന്നായിരുന്നു. ക്രിക്കറ്റിൽ മികച്ച മത്സരങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിനായി. ഏകദിനങ്ങളിൽ വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എങ്കിലും ഫാബ് ഫോറിൽ ഇടം പിടിക്കാൻ സ്റ്റീവ് സ്മിത്ത് ആയി എന്നത് ക്രിക്കറ്റ് ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടും. കേവലം ഒരു സ്പിൻ ബോളറായി വന്ന് ലോക ക്രിക്കറ്റിലെ തന്നെ തലയെടുപ്പുള്ള 1-ാം നമ്പർ ബാറ്റ്സ്മാനായി കുറേ കാലം നിലയുറപ്പിക്കാൻ സാധിച്ചുവെന്നത് അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റിലുള്ള അർപ്പണബോധത്തിൻ്റെ തെളിവായി നമുക്ക് കാണാൻ സാധിക്കും. ഇടയ്ക്ക് ഒരുപാട് വിവാദങ്ങളിൽപ്പെട്ട സ്മിത്ത് തൻ്റെ ക്രിക്കറ്റ് കരിയറിലുള്ള അർപ്പണബോധത്തിൻ്റെ ഫലമാണ് ഇന്നും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സ്മിത്തിന് സാധിക്കുന്നു എന്ന് തന്നെയാണ്. സ്മിത്തിൻ്റെ ക്രിക്കറ്റ് കരിയർ എടുത്ത് പരിശോധിച്ചാൽ ടെസ്റ്റിലായിരുന്നു തൻ്റെ ഫോം മുഴുവൻ സ്മിത്ത്, തൻ്റെ ബാറ്റിംഗ് ഫോം മുഴുവൻ സ്മിത്ത് കാഴ്ചവെച്ചതെങ്കിലും ഏകദിനത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ തന്നെ അദ്ദേഹത്തിന് സാധിച്ചു. ഏകദേശം 170 മത്സരങ്ങളിൽ നിന്നും 5800-ലധികം റൺസ് നേടാൻ മാത്രമേ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂവെങ്കിലും ഓസ്ട്രേലിയയുടെ എന്നും നിർണായകമായ മത്സരങ്ങളിലെ നിർണായക സാന്നിധ്യമായി മാറാൻ സ്റ്റീവ് സ്മിത്ത് സാധിച്ചിരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് ആസ്വദിച്ച ആരാധകർക്ക് എന്നും മറക്കാൻ കഴിയാത്ത ഓർമ്മകൾ തന്നെയാണ് അത്. 2010 വെസ്റ്റ് ഇൻഡീസിനെതിരെ ആരംഭിച്ച് 2025 ഈ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്കെതിരെ കളി അവസാനിപ്പിക്കുമ്പോൾ 170 ഇന്നിംഗ്സുകളിൽ നിന്നും 5800 റൺസ് നേടിയ സ്റ്റീവ് സ്മിത്തിന്റെ ഉയർന്ന സ്കോർ 164 റൺസാണ്. ഓസ്ട്രേലിയയുടെ മികച്ച ബാറ്റ്സ്മാനായും മികച്ച ക്യാപ്റ്റനായും ഓസ്ട്രേലിയൻ ടീമിനെ മികച്ച നിലയിൽ കൊണ്ടുപോകാൻ സാധിച്ച ഒരു വ്യക്തി കൂടിയാണ് സ്റ്റീവ് സ്മിത്ത്. ഇനി ഏകദിനങ്ങളിൽ സ്റ്റീവ് സ്മിത്തിന്റെ പ്രകടനം നമുക്ക് കാണാൻ സാധിക്കില്ല എങ്കിലും ടെസ്റ്റിലും 2020 നിന്നും വിരമിക്കാത്തതിനാൽ അതിൽ 2020 ടെസ്റ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സ്റ്റീവ് സ്മിത്തിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സെമിഫൈനലിൽ ഓസ്ട്രേലിയ ഇന്ത്യക്കെതിരെ ചാമ്പ്യൻസ് ട്രോഫിയിൽ പരാജയപ്പെട്ടുവെങ്കിലും സ്റ്റീവ് സ്മിത്തിന്റെ മികച്ച ബാറ്റിംഗ് പ്രകടനം കാണാൻ നമ്മൾ ക്രിക്കറ്റ് ആരാധകർ സാധിച്ചു എന്നാണ് സ്റ്റീവ് സ്മിത്ത് അവസാന മത്സരങ്ങളിൽ കാഴ്ചവെച്ച പ്രകടനത്തിന്റെ ഏറ്റവും വലിയ 73 റൺസാണ് സ്റ്റീവ് സ്മിത്ത് ഇന്ത്യക്കെതിരെ ചാമ്പ്യൻസ് ട്രോഫി സെമിഫൈനൽ നേടിയത്. അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ ടീം ഇന്ത്യക്കെതിരായ മത്സരത്തിൽ ഓസ്ട്രേലിയയെ വിജയിപ്പിക്കാൻ സാധിച്ചില്ല എന്നതും അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള വിരമിക്കൽ പ്രഖ്യാപനത്തിന് ഒരു കാരണമായേക്കാം.
ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചും സ്റ്റീവ് സ്മിത്ത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ IPL പോലുള്ള ടൂർണമെന്റുകളിൽ മികച്ച സാന്നിധ്യമായി മാറാൻ സാധിച്ച ഒരു ക്രിക്കറ്റ് പ്ലെയർ തന്നെയാണ് സ്റ്റീവ് സ്മിത്ത്. IPL പൂനെ വാരിയേഴ്സിന് വേണ്ടിയും ഡൽഹി ഡെയർഡെവിൾസിന് വേണ്ടിയും രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ച ഒരു മികച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് കളിക്കാരൻ തന്നെയാണ് സ്റ്റീവ് സ്മിത്ത്. സ്റ്റീവ് സ്മിത്തിന്റെ IPL കരിയർ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായും പൂനെ വാരിയേഴ്സിനും ഡൽഹി ഡെയർഡെവിൾസിനും വേണ്ടി കളിച്ച സ്റ്റീവ് സ്മിത്ത് 103 IPL മത്സരങ്ങളിൽ നിന്ന് 2485 റൺസോളം നേടി IPL-ലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കളിക്കാരനാണ് സ്റ്റീവ് സ്മിത്ത്. സ്റ്റീവ് സ്മിത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതാണ് ശരിയായ സമയം എന്നാണ് വിരമിക്കൽ പ്രഖ്യാപന വേളയിൽ അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരുപാട് ക്രിക്കറ്റിൽ ബാല്യമുള്ള സ്റ്റീവ് സ്മിത്ത് വിരമിക്കേണ്ടതായിരുന്നു എന്ന ഒരു സംശയം ബാക്കിയാക്കി സ്റ്റീവ് സ്മിത്തിന് എല്ലാവിധ ആശംസകളും നമുക്ക് നേരാം. ഇനിയും അദ്ദേഹത്തിന് മികച്ച പ്രകടനങ്ങൾ T20-ലും ഏകദിനത്തിലും നടത്താൻ സാധിക്കട്ടെ എന്ന് ഇതിൻ്റെ കൂടെ നമുക്ക് ആശംസിക്കുകയും ആവാം.